പിന്നെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമയാണ് ഹൗ ഓൾഡ് ആർ യു. അതിൽ മഞ്ജു വാര്യർ പറഞ്ഞൊരു വളരെ ഫേമസ് ആയ നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഡയലോഗ് ഉണ്ട്. ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൻസ് ഡ്രീംസ്? നോബഡി ഡസ്. പർദ എന്നുള്ള ഈ ഒരു സിനിമ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. ഇത് നമ്മുടെ they are so talented. After the film you watch it, it's pure blessed to work with Anupama garu and Darshana garu, and this we took very good care for Malayalam cinema. I mean they had their own voices for the film. So one Vedam Nando Vantikku. Thank you. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നാള് ഞാൻ തെലുങ്കിൽ സംസാരിച്ച് അവിടെ പോയി തെലുങ്ക് സംസാരിച്ച് ഫൈനലി മലയാളം സംസാരിക്കാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് മാം. ഇവരെല്ലാവരും പറഞ്ഞ പോലെ പർദ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫിലിമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ നമ്മൾ മലയാളത്തിൽ ഇറക്കണം. നമ്മളത് ഡബ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ ട്രെയിലർ കാണുന്നതാണെങ്കിൽ ശരി ഒരു ഡബിലുള്ള ഫീലിംഗ് അല്ല, ബിക്കോസ് രണ്ട് മലയാളികളാണ് നമ്മുടെ തെലുങ്ക് പറയുന്നത്. സോ അപ്പോൾ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഇങ്ങനത്തെ സിനിമ മറ്റേ അലോട്ട്മെന്റ് +2 അലോട്ട്മെന്റ് സമയത്ത് ഞാൻ ഈ കോളേജിൽ കയറാൻ കുറെ ശ്രമിച്ചതാണ്. അഡ്മിഷൻ കിട്ടിയില്ല, വലിയ പഠിപ്പിച്ചതായിരുന്നു. സോ ഐ മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, ബട്ട് ഇറ്റ്സ് ഓക്കേ. ഐ ആം ഗ്ലാഡ് ഐ ഗോട്ട് ഇറ്റ്. താങ്ക് യു. Please walk. What Praveen told is right. This film is very close to our heart. Not only Praveen and me, both Anupama, Darshana and Sangeeta garu, whole group. We did this film with more passionate and giving very good content. കേരള CSLന്റെ നമ്മുടെ കോളേജിന്റെ ബ്രാൻഡ് നെയിമും ലോഗോയും ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിലെ ഒരു ഇരട്ട സന്തോഷം എന്ന് പറയുന്നത് ഒരു വനിതാ കോളേജിലെ വനിതാ ടീമിന്റെ ലോഗോയും ബ്രാൻഡും ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് രണ്ട് കലാമേഖലയിലെ Countdown 10, 9. സോൾസ് ടീമിന്റെ ലോഗോയും ബ്രാൻഡ് നെയിമും തിരഞ്ഞെടുക്കുന്നതിനായി നമ്മുടെ കോളേജിൽ തന്നെ ഒരു പേഴ്സണലി അങ്ങനെ പെർട്ടിക്കുലർലി ഒരു ക്യാരക്ടർ അല്ല, ചെയ്ത എല്ലാ കഥാപാത്രത്തിലും തിങ്സ് ദാറ്റ് ഐ ക്യാൻ റിലേറ്റ് ടു മൈ സെൽഫ്. പിന്നെ ഞാൻ ആ കഥാപാത്രത്തിൽ പഠിച്ച പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോ പർദ എന്ന സിനിമയിൽ എന്റെ സ്വഭാവമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഞാൻ പർദയിലെ സുബു എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ നിന്ന് പഠിച്ചു പോയ കാര്യങ്ങളുണ്ട്. അത് എന്താ എന്റെ ലൈഫിൽ ഞാൻ അതെടുത്ത് പല ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. മൈക്ക് കേൾക്കുന്നുണ്ടോ? എനിക്ക് സിനിമയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്മിതാ പാട്ടിൽ എന്ന് പറഞ്ഞ ആക്ടറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെന്താ പറയാ, എല്ലാരും ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇവരെന്തോ ചെയ്യുന്നതെന്ന് അന്ന് തോന്നിയിരുന്നു. പിന്നെ എനിക്കിപ്പോ സിനിമയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടാണ് അങ്ങനത്തെ ആക്ടേഴ്സിനോടൊക്കെയാണ് എനിക്ക് ഭയങ്കര താല്പര്യം. അവരുടെ വർക്ക് കാണാം. ഇപ്പൊ ഉള്ള ആക്ടേഴ്സ് തിലോത്തമ, കനി, ഇവരെയൊക്കെ എന്റെ ഫ്രണ്ട്സും ആണ്. ബട്ട് ഇൻസ്പയർ മീ എ ലോട്ട്. അവർ ഇങ്ങനെ ഒരു വേർഡിൽ അടിപൊളി കോളേജ്. ആക്ച്വലി ഞാൻ എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്സ് കുറവാണ്. ഞാൻ പഠിച്ചത് CMS കോളേജിലാണ്. ഉറപ്പായിട്ടും ഫ്രണ്ട്സ് ആവാം. ദർശനടുത്ത് പറയുമ്പോൾ എനിക്ക് കുറച്ച് കുശുമ്പ് തോന്നായിരുന്നു. ഇവിടുത്തെ വൈബൊക്കെ കണ്ടപ്പോ എനിക്ക് അമ്മ ഇത്ര വൈബായിരുന്നു കോളേജ് എനിക്ക് അറിയില്ലായിരുന്നു.
എൻ്റെ കോളേജ് എക്സ്പീരിയൻസോ, ഞാൻ ഫസ്റ്റ് ഇയർ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിൽ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നത് പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കാസി ബോൾ വന്നിട്ടുണ്ട്, നിവിൻ പോളി അങ്ങനത്തെ ഒരു കാസി ബോൾ ഇട്ടിട്ടുണ്ട്, നീ നിനക്ക് ഫോട്ടോ സെൻഡ് ചെയ്തുകൂടി എന്ന് ചോദിക്കുന്നതും. എൻ്റെ കണ്ട ഫോണില്ല, കാരണം എൻ്റെ കോളേജ് ഹോസ്റ്റലിൽ ഫോണൊക്കെ മാം പൂട്ടി വെക്കും കബോർഡിൽ, എല്ലാ ദിവസവും 5 മിനിറ്റ് മാത്രമേ തരുള്ളൂ. സോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ അവള് കാൻഡിഡ് ആയിട്ട് കുറച്ച് പിക്ചേഴ്സ് അവൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്നെ പ്രേമത്തിന്റെ ഓഡീഷന് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് ഞാൻ സിനിമയിൽ കയറി. അത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഇയർ മിഡ്വേ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റൻഡൻസ് ഇല്ല. എന്നോട് പ്രിൻസിപ്പൾ ചോദിച്ചു അറ്റൻഡൻസ് ഇല്ല എങ്ങനെ എക്സാം എഴുതാൻ ചോദിച്ചു. ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ അപ്പോഴേക്കും ഓൾറെഡി 3 ഫിൽസ്. I like entertainment. We do entertainment. Lucas sir. Thank you. ദർശനം ആദ്യം പാടും. ദർശനാണ് വലിയ പാട്ട്. ഓക്കെ, ഇതില് ഒരു ടീസർ പോലെ ഇറങ്ങിയപ്പോൾ ഈ പുട്ട് ഔട്ട് വൺ ലിറ്റിൽ സോങ് ഷൂട്ടിന്റെ ഇടയിൽ പാടിയത് അവരുടെ പാടിയത്. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. അത് പാടാം. आंचल के तुझे मैं लेके चलूं एक ऐसे गगन के तले जहाँ हम भी न हो आंसू भी न हो बस प्यार ही प्यार पले एक ऐसे गगन के तले. എനിക്ക് ടെൻഷനായിപ്പോ. ഞാൻ ഈ പാട്ട് പാടാൻ എനിക്കറിയാം. Welcome to Malayalam industry, Praveena Nalva and Vijay Garu. We hope to see more of you. We hope you anchor more incredible projects like Palla. ഞാൻ ഈ സിനിമ കണ്ടൊരു വ്യക്തിയാണ്. Palla, when it was conceived, I think when Darshan